1888-ൽ ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ദരിദ്രമായ വൈറ്റ്ചാപ്പൽ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും സജീവമായിരുന്ന ഒരു അജ്ഞാത പരമ്പര കൊലയാളിയായിരുന്നു ജാക്ക് ദി റിപ്പർ. ക്രിമിനൽ കേസ് ഫയലുകളിലും സമകാലിക പത്രപ്രവർത്തന വിവരണങ്ങളിലും കൊലയാളിയെ വൈറ്റ്ചാപ്പൽ കൊലപാതകി എന്നും ലെതർ ആപ്രോൺ എന്നും വിളിച്ചിരുന്നു. ജാക്ക് ദി റിപ്പറിന്റേതായി ആരോപിക്കപ്പെടുന്ന ആക്രമണങ്ങളിൽ സാധാരണയായി ലണ്ടന്റെ ഈസ്റ്റ് എൻഡിലെ ചേരികളിൽ താമസിച്ചിരുന്ന വേശ്യകളായി ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നു. വയറുവേദനയ്ക്ക് മുമ്പ് അവരുടെ തൊണ്ടകൾ മുറിച്ചുമാറ്റി ഇരകളിൽ കുറഞ്ഞത് 3 പേരുടെ ആന്തരികാവയവങ്ങൾ നീക്കം ചെയ്തത് അവരുടെ കൊലയാളിക്ക് ശരീരഘടനാപരമോ ശസ്ത്രക്രിയാപരമോ ആയ അറിവ് ഉണ്ടെന്ന അനുമാനത്തിലേക്ക് നയിച്ചു. 1888 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ കൊലപാതകങ്ങളുമായി ബന്ധമുണ്ടെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. കൂടാതെ കൊലപാതകിയാണെന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ നിന്ന് മാധ്യമങ്ങൾക്കും സ്കോട്ട്ലൻഡ് യാർഡിനും നിരവധി കത്തുകൾ ലഭിച്ചു. ജാക്ക് ദി റിപ്പർ എന്ന പേര് ഉത്ഭവിച്ചത് കൊലപാതകിയാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ എഴുതിയ ഡിയർ ബോസ് ലെറ്ററിൽ നിന്നാണ്. അത് പത്രങ്ങളിൽ പ്രചരിച്ചു. ഈ കത്ത് ഒരു വ്യാജ കത്ത് ആണെന്നും വാർത്തയിൽ താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനും പത്രങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുമായി പത്രപ്രവർത്തകർ എഴുതിയതായിരിക്കാം എന്നും പരക്കെ വിശ്വസിക്കപ്പെടുന്നു. നരകത്തിൽ നിന്ന് എന്ന മറ്റൊരു കത്ത് വൈറ്റ്ചാപ്പൽ വിജിലൻസ് കമ്മിറ്റിയിലെ ജോർജ് ലസ്കിന് ലഭിച്ചു. ഇരകളിൽ ഒരാളിൽ നിന്ന് എടുത്തതായി പറയപ്പെടുന്ന പകുതി മനുഷ്യവൃക്കയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ജാക്ക് ദി റിപ്പർ എന്നറിയപ്പെടുന്ന ഒരു സീരിയൽ കില്ലറുടെ അസ്തിത്വത്തിൽ പൊതുജനങ്ങൾ വിശ്വസിച്ചു, പ്രധാനമായും കൊലപാതകങ്ങളുടെ അസാധാരണമായ ക്രൂരമായ സ്വഭാവവും കുറ്റകൃത്യങ്ങളുടെ മാധ്യമ കവറേജും കാരണം. വിപുലമായ പത്ര കവറേജ് റിപ്പറിന് വ്യാപകവും നിലനിൽക്കുന്നതുമായ അന്താരാഷ്ട്ര കുപ്രസിദ്ധി നൽകി, ഇതിഹാസം ഉറപ്പിച്ചു. 1888-നും 1891-നും ഇടയിൽ വൈറ്റ്ചാപ്പലിലും സ്പിറ്റൽഫീൽഡിലും നടന്ന 11 ക്രൂരമായ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണത്തിൽ എല്ലാ കൊലപാതകങ്ങളെയും 1888-ലെ കൊലപാതകങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. മേരി ആൻ നിക്കോൾസ്, ആനി ചാപ്മാൻ, എലിസബത്ത് സ്ട്രൈഡ്, കാതറിൻ എഡ്ഡോവസ്, മേരി ജെയിൻ കെല്ലി എന്നീ 5 ഇരകളെ കാനോനിക്കൽ 5 എന്ന് വിളിക്കുന്നു. കൂടാതെ 1888 ഓഗസ്റ്റ് 31-നും നവംബർ 9-നും ഇടയിലുള്ള അവരുടെ കൊലപാതകങ്ങളാണ് പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ളവയായി കണക്കാക്കപ്പെടുന്നത്. കൊലപാതകങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെട്ടില്ല. ഈ കുറ്റകൃത്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ചരിത്ര ഗവേഷണം, നാടോടിക്കഥകൾ, കപട ചരിത്രം എന്നിവയുടെ സംയോജനമായി മാറി പൊതുജനങ്ങളുടെ ഭാവനയെ ഇന്നുവരെ പിടിച്ചു നിർത്തി. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇംഗ്ലണ്ടിലേക്ക് ഐറിഷ് കുടിയേറ്റക്കാരുടെ ഒരു ഒഴുക്ക് അനുഭവപ്പെട്ടു. അവർ ലണ്ടന്റെ ഈസ്റ്റ് എൻഡ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ ജനസംഖ്യ വർദ്ധിപ്പിച്ചു. 1882 മുതൽ റഷ്യൻ സാമ്രാജ്യത്തിലും കിഴക്കൻ യൂറോപ്പിലെ മറ്റ് പ്രദേശങ്ങളിലും നടന്ന വംശഹത്യകളിൽ നിന്ന് പലായനം ചെയ്ത ജൂത അഭയാർത്ഥികൾ അതേ പ്രദേശത്തേക്ക് കുടിയേറി. ഈസ്റ്റ് എൻഡിലെ വൈറ്റ്ചാപ്പൽ ഇടവകയിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടു. 1888 ആയപ്പോഴേക്കും ജനസംഖ്യ ഏകദേശം 80,000 വർദ്ധിച്ചു. ജോലി, പാർപ്പിട സാഹചര്യങ്ങൾ വഷളായി. ഒരു പ്രധാന സാമ്പത്തിക പിന്നോക്കാവസ്ഥ വികസിച്ചു. ഈസ്റ്റ് എൻഡിൽ ജനിച്ച കുട്ടികളിൽ 55% പേരും 5 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചു. കൊള്ള, അക്രമം, മദ്യാസക്തി എന്നിവ സാധാരണമായിരുന്നു. കൂടാതെ വംശീയമായ ദാരിദ്ര്യം നിരവധി സ്ത്രീകളെ ദിവസേന ജീവിക്കാൻ വേശ്യാവൃത്തിയിലേക്ക് നയിച്ചു. 1888 ഒക്ടോബറിൽ ലണ്ടനിലെ മെട്രോപൊളിറ്റൻ പോലീസ് സർവീസ് വൈറ്റ്ചാപ്പലിൽ 62 വേശ്യാലയങ്ങളും 1200 സ്ത്രീകളും വേശ്യകളായി ജോലി ചെയ്യുന്നുണ്ടെന്ന് കണക്കാക്കി. വൈറ്റ്ചാപ്പലിലെ 233 പൊതു ലോഡ്ജിംഗ് ഹൗസുകളിലായി എല്ലാ രാത്രിയിലും ഏകദേശം 8500 പേർ താമസിക്കുന്നു. ഒരു ശവപ്പെട്ടി കിടക്കയുടെ രാത്രി വില 4 പെൻസാണ്. 2023-ൽ 2 പൗണ്ടിന് തുല്യം. ഡോർമിറ്ററിയിൽ നീട്ടിയിരിക്കുന്ന ലീൻ ടു അല്ലെങ്കിൽ ഹാങ് ഓവർ കയറിൽ ഉറങ്ങുന്നതിനുള്ള ചെലവ് ഒരാൾക്ക് 2 പെൻസ് ആയിരുന്നു. വൈറ്റ്ചാപ്പലിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ സാമൂഹിക സംഘർഷങ്ങളിൽ സ്ഥിരമായ വർധനവിന് കാരണമായി.
1886-നും 1889-നും ഇടയിൽ പതിവ് പ്രകടനങ്ങൾ പോലീസ് ഇടപെടലിനും പൊതുജനാശാന്തിക്കും കാരണമായി. ഉദാഹരണത്തിന് ബ്ലഡി സൺഡേ 1887 10 വൈറ്റ് ചാപ്പൽ അധാർമികതയുടെ കുപ്രസിദ്ധമായ ഒരു സ്ഥലമാണെന്ന പൊതുധാരണയെ സെമിറ്റിസം വിരുദ്ധത, കുറ്റകൃത്യം, തദ്ദേശീയത, വംശീയത, സാമൂഹിക അസ്വസ്ഥത, കടുത്ത ദാരിദ്ര്യം എന്നിവ സ്വാധീനിച്ചു. 1888-ൽ ജാക്ക് ദി റിപ്പർ എന്ന് ആരോപിക്കപ്പെടുന്ന ക്രൂരവും വികൃതവുമായ കൊലപാതക പരമ്പരയ്ക്ക് മാധ്യമങ്ങളിൽ അഭൂതപൂർവമായ കവറേജ് ലഭിച്ചപ്പോൾ അത്തരം ധാരണകൾ ശക്തിപ്പെട്ടു.